ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവന പുറത്തു വന്നതോടെ വ്യാപാര കരാറിൽ ഉൾപ്പെട്ട കാർഷിക വിളകളെ സംബന്ധിച്ച് ഏകദേശം വ്യക്തതയുണ്ട്. എന്നാൽ ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തുമോ എന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ചില കണക്കുകൾ ഒന്ന് പരിശോധിച്ചു പോകാം. അതായത് ഇതുവരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ക്രൂഡ് ഓയിൽ ആണ് ഇറക്കുമതി ചെയ്തത്, അതിലെന്ത് മാറ്റമാണ് വന്നത് എന്നതാണ്. ഇത് ജനുവരി മുതൽ ഉള്ള കണക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 12 ലക്ഷം ബാരൽ, 10 ലക്ഷം ബാരൽ, 8 ലക്ഷം ബാരൽ എന്നിങ്ങനെയാണ് ക്രൂഡ് ഓയിൽ വാങ്ങിയതിൻ്റെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഘട്ടം ഘട്ടമായി ഈ ക്രൂഡ് ഓയിൽ വാങ്ങിയതിൻ്റെ അളവ് കുറയുന്നു എന്നത് നമുക്ക് വ്യക്തമാണ്. ഇത് റോയിറ്റേഴ്സ് എന്ന വാർത്താ ഏജൻസിയിൽ നിന്നുള്ള ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇനി നമുക്ക് ഈ റഷ്യയിൽ നിന്ന് മാത്രമല്ലല്ലോ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്, മറ്റ് ചില രാജ്യങ്ങളിൽ നിന്ന് കൂടി ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യം കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റഷ്യയിൽ നിന്ന് 12 ലക്ഷം ബാരലെങ്കിൽ ഇറാഖിൽ നിന്ന് 10 ലക്ഷവും സൗദിയിൽ നിന്ന് 8 ലക്ഷവുമാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് എന്നതാണ്. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഉൾപ്പെടെയുള്ള കണക്കുകൾ വരുമ്പോൾ അതിൽ എന്ത് മാറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അജയ് സുധാ ബിജുവാണ് ഈ വാർത്തയുടെ വിശദാംശവുമായി ചേരുന്നത്. അജയ്, സൂചിപ്പിക്കുന്ന പോലെ ഒരു പരിധി വരെയാണ് നമുക്ക് ഈ ഒരു വിപണിയെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഈ കരാറിൻ്റെ ഭാഗമായി വിപണിയിൽ വരുന്ന മാറ്റത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമല്ല. അപ്പോഴും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നമ്മൾ നിർത്തിയോ, ഇനി ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുകയാണോ, വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുമോ? അതാണല്ലോ ആശങ്കയായി അല്ലെങ്കിൽ സംശയമായി തുടരുന്നത്. അതിൽ വ്യക്തതയില്ല എന്ന് പറയുമ്പോൾ പോലും ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അജയ്? അഭിലാഷ്, വെനസ്വേലയിൽ നിന്നുള്ള വ്യാപാരം ഇന്ത്യ പുനരാരംഭിക്കുമെന്ന് വിദേശകാര്യ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്ഥിരീകരിച്ചിരുന്നു. വെനസ്വേല ഇന്ത്യയുടെ ദീർഘനാളായിട്ടുള്ള വ്യാപാര പങ്കാളിയാണ്. ഇടയ്ക്ക് വെച്ച് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം അവിടെ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കുന്നത് ആലോചനയിലുണ്ടെന്ന് രൺധീർ ജയ്സ്വാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയും US-ഉം ഈ പുതിയ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംയുക്ത പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാർഷിക വിപണികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇതിൽ കർഷകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് വാണിജ്യ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഏറെക്കുറെ മിക്ക കാർഷിക വിപണി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവനയിൽ ആ ഒരു ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടാതെ ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന ഒരു കാര്യമാണ് ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം. US വ്യക്തമാക്കുന്നത്, ആദ്യം ട്രംപ് ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തപ്പോഴാണെങ്കിലും അതിനുശേഷം US-ൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പല പ്രസ്താവനകളിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തും എന്നറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല വൈറ്റ് ഹൗസ് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയത് കാരണം ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന 25% അധിക തീരുവ അത് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പുനരാരംഭിക്കുന്ന പക്ഷം ഈ 25% വീണ്ടും ചുമത്തും എന്നുമാണ് വൈറ്റ് ഹൗസ് ആ ഒരു ഉത്തരവിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ സംശയങ്ങൾ കൂടുതലാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിശദീകരണവും ഇതുവരെയും നൽകിയിട്ടില്ല. പീയൂഷ് ഗോയൽ പലതവണ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയപ്പോഴും അദ്ദേഹം ലോക്സഭയിൽ പ്രസംഗിച്ചപ്പോഴും ഒന്നും തന്നെ ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ എന്നുള്ള കാര്യം വിശദീകരിച്ചിട്ടില്ല. രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ ആവശ്യങ്ങൾ അത് നിറവേറ്റും, അന്താരാഷ്ട്ര മാർക്കറ്റും അതുപോലെ തന്നെ വിപണി സാധ്യതകളും മനസ്സിലാക്കിയാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് എന്നുള്ള പ്രസ്താവനയാണ് ഇവർ രണ്ടുപേരും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇതിൽ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്തുന്നത് എങ്ങനെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രാധാന്യം കൂട്ടുന്ന കാര്യം എന്നത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ
അവസാനമായിട്ട് ക്രൂഡ് ഓയിലിന് വില വർദ്ധിപ്പിക്കുന്നത് 2021 നവംബറിലാണ്. അതിനുശേഷം ഒരു വില വർധനവ് അത് ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പെട്രോളിനും ഡീസലിനും ഏതാണ്ട് അതേ വില തന്നെ വർഷങ്ങളായി തുടരുകയായിരുന്നു. 2022 മുതലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി അത് വൻതോതിൽ വർദ്ധിപ്പിച്ചത്. ഇത് യുക്രൈൻ യുദ്ധം കാരണം മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ചെലുത്തിയത് കാരണം റഷ്യ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ ക്രൂഡ് ഓയിൽ വിൽക്കുന്നത് കാരണമായിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു വളരെ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഈ വിപണി സാധ്യതകൾ ഇന്ത്യയിൽ ഈ ക്രൂഡ് ഓയിൽ വില അത് സ്റ്റേബിളായിട്ട് നിർത്തുന്നതിൽ ഇത് വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ആശങ്ക ചെലുത്തുന്നതും അതാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അധികമായി, പ്രത്യേകിച്ച് US-ൽ നിന്നും വെനസ്വേലയിൽ നിന്നും വാങ്ങിച്ചാൽ ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ വില അത് വർദ്ധിക്കുമോ എന്ന് പൊതുജനങ്ങൾക്കും ആശങ്കയുണ്ട്. തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമികമായ ഉപയോഗം എന്നത് പെട്രോളും ഡീസലും എന്നതാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കും. പക്ഷേ വെനസ്വേലയിൽ നിന്ന് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിച്ചാൽ വാങ്ങിക്കും എന്ന തരത്തിൽ കൂടിയായിരുന്നു വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിച്ചത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ആ വാക്ക് മാറ്റുമോ കേന്ദ്ര സർക്കാർ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. അങ്ങനെ കുറഞ്ഞ വിലയ്ക്കാണ് വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് എങ്കിൽ അത് സ്വാഭാവികമായും ഒന്നുകിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിനെ നിറയ്ക്കും. അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയും. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോഴൊന്നും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അങ്ങനെ കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറായില്ല എന്നതും വസ്തുതയായി നിലനിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.